എൻ്റെ പേര് ശോഭ. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ്. 2020 ഞാൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഒരു ഭരണരംഗത്തേക്ക് പഞ്ചായത്തിൻ്റെ ഭരണ സാരഥിയായിട്ട് വരുന്നത്. അപ്പം നേരത്തെ മാഷ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുകയുണ്ടായി. നമുക്കറിയാം, നമ്മുടെ ജൈവസമ്പത്ത്, അതോടൊപ്പം തന്നെ കാലാവസ്ഥയായി ബന്ധപ്പെട്ടുകൊണ്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. വരും തലമുറക്ക് നമ്മൾ ഇതൊക്കെ കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ ഒരു പാഠം എന്ന നിലയിൽ തന്നെ അവർക്ക് മറ്റുള്ളവരുമായി ഇത് പങ്കുവയ്ക്കുവാനും അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി തന്നെയാണ് നമ്മൾ ജൈവ വൈവിധ്യ രജിസ്റ്ററും അതോടൊപ്പം തന്നെ കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആലോചനാ യോഗം നടന്നത്. നമുക്കറിയാം, 2011-12 നമ്മുടെ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയിട്ടുള്ളത്. അന്നത്തെ മുരളി മാഷയുടെ നേതൃത്വത്തിൽ അന്നുണ്ടായ ഭരണസമിതിയുടെ നസീമ ടീച്ചറായിരുന്നു പ്രസിഡന്റ്. അന്നുണ്ടായ ഭരണസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയത്. അപ്പം അതിൻ്റെ മുന്നോടിയായി തന്നെ നമുക്കിത് പുതുക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി തന്നെ ഗോപാല മാഷാണ് നല്ല രീതിയിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നേതൃത്വം വഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഭരണസമിതിയെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി തന്നെ നമുക്കറിയാം, ഒരുപാട് കാര്യങ്ങൾ ഈ ജൈവ വൈവിധ്യ രജിസ്റ്ററിൽ ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്നും ഒരുപാട് പുതുതായി നമുക്ക് കാണപ്പെടുന്ന കാവുകളായാലും അതോടൊപ്പം തന്നെ സസ്യങ്ങളായാലും കാർഷിക മേഖലയിലായാലും തോടുകളും അങ്ങനെ ഒരുപാട് സസ്യങ്ങളെയും അതോടൊപ്പം തന്നെ ശലഭങ്ങൾ, ഇങ്ങനെയുള്ള ഒരു ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനും പുതുതായി നമുക്ക് എന്തെന്ന് ഇതിൽ നിന്ന് വിട്ടുപോയതോ പുതുതായി കൂട്ടിച്ചേർക്കാനും എന്നൊരു കാഴ്ചപ്പാടോടുകൂടി ഇത് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തി നമ്മുടെ പഞ്ചായത്ത് മുന്നോട്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സർവേ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സമയത്ത് തന്നെ നമുക്ക് ഒട്ടനവധി സസ്യങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ബംഗ്ലാവ് എന്നൊരു വനത്തിലായിരുന്നു ആദ്യത്തെ നമ്മുടെ സർവേ. ആ ഒരു ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ ഒരു മരം പോലും അതിൽ നിന്ന് നശിപ്പിക്കാതെ മുറിക്കാതെ കാത്തു സൂക്ഷിച്ച ഒരു സ്ഥലമായിരുന്നു അത്. അപ്പോൾ അതിലൂടെ നമ്മൾ ഒരു ജൈവ യാത്ര നടത്തിക്കൊണ്ട് ഒരുപാട് ഒട്ടനവധി സസ്യങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്ക് മറ്റു പല വാർഡുകളിലും കാർഷിക മേഖലയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തോട് സൈഡുകൾ, പുഴയുടെ സൈഡുകളൊക്കെ നമ്മൾ ഈ സർവേ നടത്തിക്കൊണ്ടും അവിടുന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായി പോകുന്നത് കാവുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സർവേക്കാണ് നമ്മൾ ഊന്നൽ കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ മേഖലകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ നമ്മൾ സർവേ നടത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ജൈവ വൈവിധ്യ രജിസ്റ്റർ നമുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇതിൽ നിന്ന് വിട്ടുപോയതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി തീർച്ചയായും കഴിയുമെന്നാണ് ഒരു ഭരണസമിതി എന്ന നിലയിൽ നമുക്ക് പറയാനുള്ളത്. അപ്പം അതിൻ്റെ ഒരു തയ്യാറെടുപ്പൊക്കെ നമ്മൾ നടത്തിക്കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പുതുതലമുറ ഇപ്പം എനിക്കെന്നെ ഈ രജിസ്റ്റർ തയ്യാറാക്കിയ സമയത്ത് നമ്മുടെ പഞ്ചായത്തിനകത്ത് ഇത്രയും കാര്യങ്ങളുണ്ടോ നമുക്ക് ഒരു അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു ചരിത്രം, ഓരോ വാർഡുകളുടെ ചരിത്രം, കാവുകളുടെ ചരിത്രം, അങ്ങനെ ഓരോ പ്രദേശങ്ങളുടെ ചരിത്രം, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ പുതുതലമുറ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇത് തയ്യാറാക്കിയ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുകയും പുതുതലമുറക്ക് ഇത് നമുക്ക് കൈമാറുന്നതിനും ഒരറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടി ജൈവ വൈവിധ്യ രജിസ്റ്ററിലൂടെ തീർച്ചയായും കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പല ആലോചനാ യോഗങ്ങൾ നടത്തി 8 അംഗ കമ്മിറ്റി, ജൈവ വൈവിധ്യ മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്ന 8 അംഗങ്ങളെ വെച്ചുകൊണ്ടാണ് നമ്മൾ ആ കമ്മിറ്റികൾ രൂപീകരിച്ചത്. അതിൽ തീരദേശ മേഖലയും ഇത് ജൈവ വൈവിധ്യമായ അറിവുള്ളവരൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മൾ ആ 8 അംഗ കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ ഭാഗമായി തന്നെ ഇത് പുതുക്കുന്നതിന് ആവശ്യമായി നമുക്കൊരു സപ്പോർട്ടിംഗ് ടീമിൻ്റെ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതുമായി താല്പര്യമുള്ള ആളുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു സപ്പോർട്ടിംഗ് ടീം തയ്യാറാക്കുകയും അപ്പോൾ എല്ലാവരും കൂടി ചേർന്നാണ് ഇത്തരത്തിലുള്ള സർവേകളും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ പുതുതലമുറക്ക് നമുക്കറിയാം, വിദ്യാലയങ്ങളിൽ നമുക്ക് ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടി ഗോപാല മാഷ നേതൃത്വത്തിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരും കൂടി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ പദ്ധതിയിലേക്ക് പോവുകയും ശലഭോദ്യാനം എന്നൊരു പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ കാലഘട്ടത്തിൽ ഒരുപാട് ശലഭങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ശലഭങ്ങളുടെ
ഒരു അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ശലഭങ്ങളെയാണ് കാണുന്നത്. പിന്നെ പഴയ കാലങ്ങളിൽ പല നിറങ്ങളിലുള്ള ശലഭങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളും കൂടി ഇത് കാണുകയും തിരിച്ചറിയുകയും പിന്നെ മറ്റുള്ളവർക്ക് അതിനെക്കുറിച്ച് പിന്നെ കേട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും കഴിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ശലഭോദ്യാനം എന്നൊരു പദ്ധതിക്ക് വിദ്യാലയങ്ങളിലാണ് നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ പഞ്ചായത്തിനകത്ത് ജൈവ വൈവിധ്യ രജിസ്റ്റർ പുതുക്കി തയ്യാറാക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഓരോ വിദ്യാലയങ്ങളിലും ഇത്തരത്തിലുള്ള ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നന്നായി ജൈവ വൈവിധ്യ രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാലയങ്ങൾക്കുള്ള ഒരു അംഗീകാരം കൊടുക്കാനും കൂടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ പോവുകയാണ്. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പച്ചത്തുരുത്തുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഓരോ വാർഡ് തലത്തിലും പച്ചത്തുരുത്തുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില വാർഡുകളിൽ നമ്മൾ പച്ചത്തുരുത്ത് ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ്. നമുക്കറിയാം, അഞ്ഞമ്പതി കുന്നിനോട് പിന്നെ ആ കുന്നിൻ്റെ താഴ്വരയിൽ നമ്മൾ ഒരുപാട് പച്ചത്തുരുത്തുകൾ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പിന്നെ മരം വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു പച്ചത്തുരുത്ത് നമുക്ക് നമ്മുടെ പഞ്ചായത്തിനകത്ത് തന്നെ ഉണ്ട്, അറിയപ്പെടുന്നുണ്ട്. നമുക്കത് ആ ഒരു പിന്നെ പച്ചത്തുരുത്തിന് ജൈവവേലിയൊക്കെ കെട്ടിക്കൊണ്ട് സംരക്ഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആലോചനയായിട്ട് വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ ഒരുപാട് പിന്നെ മരങ്ങളും മറ്റു കാര്യങ്ങളും പിന്നെ ജൈവസമ്പത്തിൻ്റെതും അതോടൊപ്പം തന്നെ ജൈവ വൈവിധ്യം ഇതൊക്കെ നമ്മൾ സംരക്ഷിക്കുന്നതിലുപരി നമ്മുടെ പഞ്ചായത്തിനകത്ത് ഒരു വ്യത്യസ്തമായ ഒരു മരത്തെ നമ്മൾ കാണാൻ ഇടയുണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ബയോബാഗ് എന്നൊരു മരം, നേരത്തെ മാഷ് അതിനെക്കുറിച്ച് പറഞ്ഞു, വെള്ളം സംഭരിച്ച് വെക്കുന്നതാണ്. അപ്പോൾ പിന്നെ കാസർഗോഡ് ജില്ലയിൽ തന്നെ അജാനൂർ പഞ്ചായത്തിലായിരിക്കാം ആ ഒരു മരം ഉള്ളത്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പിന്നെ ഇത്തരത്തിലുള്ള ജൈവ വൈവിധ്യ പിന്നെ മാനേജ്മെൻറ്റ് കമ്മിറ്റികൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ ഇങ്ങനെയുള്ള പിന്നെ മരങ്ങളെയൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ഭരണസമിതിയുടെ ഒരു ആലോചനയുടെ ഭാഗമായി, അതോടൊപ്പം തന്നെ ജൈവ വൈവിധ്യ കമ്മിറ്റിയുടെ ഒരു ആലോചനയുടെ ഭാഗമായി തന്നെ ആ മരം ഞങ്ങൾ പൈതൃക മരമായി ഭരണസമിതിയിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇപ്പോൾ അത് ഇനി നമ്മൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. നല്ല രീതിയിൽ തന്നെ സംരക്ഷിച്ചുകൊണ്ട് വരും തലമുറക്ക് കൂടി ആ മരത്തിനെ കുറിച്ച് പിന്നെ അറിവുകൾ പകർന്നു കൊടുക്കാൻ വേണ്ടി തീർച്ചയായും നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ മരം എന്നാൽ മരുഭൂമിക്കൊക്കെ പിന്നെ ഈ വെള്ളം സംഭരിച്ച് വെക്കുന്ന മരം ഒരു ഭാഗ്യമായിട്ടാണ്. പിന്നെ അതിൻ്റെ പഴങ്ങളൊക്കെ പിന്നെ അവർ ഭക്ഷിക്കുന്നുണ്ട്, നമുക്കറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീരദേശത്ത് ഇത്തരത്തിലുള്ള ഒരു മരം വരികയാണെങ്കിൽ തീർച്ചയായും നമ്മൾ വിത്ത് കൊണ്ടുവന്ന് നട്ടതൊന്നുമല്ല, കടലിലൂടെ അടിഞ്ഞുകൂടി കരയിലേക്ക് എത്തിക്കൊണ്ട് അവിടെ തനിയെ മുളച്ച ഒരു മരമാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി പിന്നെ ഒരുപാട് ആൾക്കാർ പിന്നെ സന്ദർശിക്കുന്നുണ്ട്, ആ കടൽ തീരത്ത് സന്ദർശിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇപ്പോൾ ജൈവസമ്പത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരദേശ മേഖലയിൽ ഇപ്പോൾ മത്സ്യങ്ങളുടെയും പിന്നെ ആ ഒരു സമ്പത്ത് നിലനിർത്തേണ്ട കാര്യം നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്ന് പറഞ്ഞാൽ തീരദേശ മേഖലയിൽ ഒരുപാട് പിന്നെ മത്സ്യത്തൊഴിലാളികളാണ് താമസിച്ചു വരുന്നത്, അവരുടെ ഉപജീവന മാർഗ്ഗമാണ് അത്. അതുകൊണ്ട് തന്നെ ജൈവ സമ്പത്ത് എന്ന രീതിയിൽ തന്നെ തീരദേശത്തും ഒരു സർവേ അടുത്തതായി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുകയും കൂടാതെ തന്നെ പുതുതലമുറക്ക് അതൊക്കെ പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റു കാര്യങ്ങളൊന്നും പിന്നെ മാഷ എല്ലാ കാര്യങ്ങളും സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. BMCയുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ആണ് ഈ പറഞ്ഞ ഈ അപൂർവ മരം. ഇത് അലായൻ പഞ്ചായത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ, ഏക മരം മാത്രമാണ് ഇത് മാത്രമാണുള്ളത്. ഇതിനെ നമ്മൾ പൈതൃക വൃക്ഷമായിട്ട് പ്രഖ്യാപിക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചിരിക്കുന്നു. അത് ജൈവവൈവിധ്യ ബോർഡ് അംഗീകരിച്ചിട്ടുണ്ട്. ഇത്തരം വൃക്ഷങ്ങളെ, അപൂർവ വൃക്ഷങ്ങളെ പൈതൃക വൃക്ഷങ്ങളായി പ്രഖ്യാപിക്കാനുള്ള ഒരു പ്രൊവിഷൻ നമ്മുടെ ഈ റൂൾ ഇതിൽ പറയുന്നുണ്ട്. പക്ഷെ ഈ മരം യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ നാടൻ എന്ന് പറയാൻ പറ്റില്ല. ഇത് ഒരു വിദേശി മരമാണ്. ആഫ്രിക്കയിലും അതുപോലെ മഡഗാസ്കറിലും ഇത് ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഇത് ഈ കുപ്പിയുടെ ഒരു ഷേപ്പ് വരുന്നുണ്ട്, ബോട്ടിൽ ട്രീ എന്നും പറയാറുണ്ട്. ഇത് വളരെ ഉയരത്തിൽ വളരുന്ന ഒരു മരമാണ്. ധാരാളം വെള്ളം അതിൻ്റെ തടിയിൽ ശേഖരിക്കാൻ കഴിയും. ഇത് വളർന്ന് ഒരു എന്താണ് ബോട്ടിൽ പോലെ വളർന്ന് ഇതിന് ശിഖരങ്ങളൊക്കെ താരതമ്യേന കുറവാണ്. പക്ഷേ ഇത് ഈ വളരെ ഏരിഡായിട്ടുള്ള അല്ലെങ്കിൽ മരുഭൂമിയിലെ കാലാവസ്ഥയിൽ നിന്ന് അതിനെ തരണം ചെയ്യാൻ അവിടുത്തെ പ്രാദേശികതയെ സഹായിക്കുന്ന ഒരു മരമാണ്. കാരണം ഒരു മരത്തിന് തന്നെ അത് ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം അത് സംഭരിക്കാൻ പറ്റും. അവർ ചെയ്യുന്നത് ഇതിനൊരു ദ്വാരമുണ്ടാക്കി ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് അപ്പോൾ ആ ദ്വാരത്തിൽ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ തടിയിൽ വെള്ളം അടിയിൽ ഊറിക്കിടക്കും.
ആ വെള്ളം അവർക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. മരത്തിന് യാതൊരു ബുദ്ധിമുട്ട്, അതിന് പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ ആ മരത്തിൽ നിന്നുള്ള വെള്ളം അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. മരുഭൂമിയിൽ അത് വലിയൊരു അനുഗ്രഹമാണ് അവർക്ക്. ഒപ്പം തന്നെ ഇതിൻ്റെ കായ അവർ ഭക്ഷിക്കുകയും ചെയ്യും. കേരളത്തിൽ ഇത് വളരെ റെയറാണെന്നാണ് മനസ്സിലാക്കിയത്. ഒരു അഞ്ചോ അതിൽ താഴെ മരങ്ങളെ ഉള്ളൂ എന്നാണ് അറിയുന്നത്. നമ്മുടെ ജില്ലയിൽ ഇത് മാത്രമാണ് ഉള്ളത്. ഈ ഒരു ബയോബാഗ് ട്രീ മാത്രമേ ഈ സ്പീഷീസിൽപ്പെട്ടത് ഉള്ളതാണ്. ഇത് കടലിലൂടെ ഇതിൻ്റെ വിത്ത് വന്ന് കടൽത്തീരത്ത് അടിഞ്ഞതാവാമെന്ന്. കാരണം ഇതിപ്പോൾ കടൽത്തീരത്താണ് ഉള്ളത്. മറ്റു സ്ഥലങ്ങളിലും അങ്ങനെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതാണ് ഈ മരവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു അപൂർവതയായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മുടെ ഒരു നേറ്റീവായിട്ടുള്ളൊരു മരമല്ല, പക്ഷേ നമ്മൾ ഇത് കൊണ്ടുവന്ന് നട്ടതുമല്ല. പ്രകൃതിയുടെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. നമ്മുടെ നാളികേരൊക്കെ അടക്കം അങ്ങനെയാണ് വന്നിരിക്കുന്നതെന്നാണ് നമ്മൾ ചരിത്രം പറയുന്നത്. കേരളത്തിൽ പിന്നീട് വന്നതാണ്. അത് ഇതേപോലെ കടലിലൂടെ തീരപ്രദേശങ്ങളിലൂടെ ജനങ്ങളത് വ്യാപിപ്പിച്ചതാണ് മറ്റു പ്രദേശങ്ങളിലേക്ക്.